എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഫാത്തിമത്ത് സുഹറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബഷിറ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 38 മുതൽ 51 വരെയുള്ള ആയത്തുകളാണ്. പേജ് നമ്പർ 314. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ أوحينا إلى أمك ما يوحى. അതായത് നിന്റെ മാതാവിന് ബോധനം നൽകപ്പെടേണ്ടതും നാം ബോധനം നൽകിയപ്പോൾ. أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. എന്ന് വെച്ചാൽ നീ അവനെ പെട്ടിയിലിട്ട് നദിയിലിട്ടേക്കുക, എന്നിട്ട് നദി അവനെ കരയിലിട്ട് കൊള്ളട്ടെ. എനിക്ക് ശത്രുവും അവന് ശത്രുവുമായുള്ള ഒരാൾ അവനെ എടുത്തുകൊള്ളും എന്ന് എന്റെ പക്കൽ നിന്നുള്ള ഒരു സ്നേഹം നിന്റെ മേൽ ഞാൻ ഇട്ടുതരികയും ചെയ്തു. എന്റെ നോട്ടത്തിലായി നിന്നെ വളർത്തി ഉണ്ടാക്കുവാൻ വേണ്ടിയുമാണ് അതെല്ലാം. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. നിന്റെ സഹോദരി നടന്നു വരികയും എന്നിട്ട് ഇവനെ ഏറ്റെടുക്കത്തക്ക ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറയുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അങ്ങനെ നിന്റെ മാതാവിങ്കിലേക്ക് അവൾ കണ്ണു കുളിർക്കുവാനും വ്യസനിക്കാതിരിക്കുവാനും വേണ്ടി നിന്നെ നാം മടക്കിക്കൊണ്ടുവന്നു. നീ ഒരാളെ കൊല്ലുകയുണ്ടായി. എന്നിട്ട് ആ ദുഃഖത്തിൽ നിന്ന് നാം നിന്നെ രക്ഷപ്പെടുത്തി. പലവിധ പരീക്ഷണങ്ങളും നിന്നെ നാം പരീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ നീ മദിയൻകാരുടെ കൂട്ടത്തിൽ കുറെ കൊല്ലങ്ങൾ താമസിച്ചു. പിന്നെ ഒരു നിശ്ചയപ്രകാരം നീ ഇതാ വന്നിരിക്കുന്നു, ഹേ മൂസ. വസ്തനഅതുക ലിനഫ്സി. എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. നീയും നിന്റെ സഹോദരനും എന്റെ ദൃഷ്ടാന്തങ്ങളുമായി പോകുക. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കരുത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തആ. നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക. നിശ്ചയമായും അവൻ അതിക്രമിയായിരിക്കുന്നു. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്കു പറയുക. അവൻ ഉപദേശം സ്വീകരിക്കുകയോ അല്ലാത്തപക്ഷം ഭയപ്പെടുകയോ ചെയ്തേക്കാം. ഖാലാ റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ആ. അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബേ, അവൻ ഞങ്ങളുടെ മേൽ അവിവേകം പ്രവർത്തിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്തു കളയുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. അവൻ, അതായത് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യും. ഫഅതിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീല വലാ തുഅദ്ദിബ്ഹും ഖദ് ജിഅനാക ബിആയത്തിൻ മിൻ റബ്ബിക വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. ഇനി നിങ്ങൾ അവന്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് ഇസ്രായേൽ സന്തതികളെ നീ ഞങ്ങളുടെ കൂടെ വിട്ടയച്ചു തരണം. നീ അവരെ യാതന ഏൽപ്പിക്കരുത്. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടത്രേ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിട്ടുള്ളത്. സമാധാന ശാന്തി സന്മാർഗത്തെ പിന്തുടർന്നവർക്കായിരിക്കും. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ
كذب وتولى നിശ്ചയമായും ഞങ്ങൾക്ക് വഹിയ് നൽകപ്പെട്ടിരിക്കുന്നു, വ്യാജമാക്കി പിന്മാറിക്കളയുന്നവർക്കാണ് ശിക്ഷയുള്ളത് എന്ന്. قال فمن ربكما يا موسى അവൻ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് ആരാകുന്നു ഹേ മൂസ? قال ربنا الذي أعطى كل شيء خلقه ثم هدى അദ്ദേഹം മൂസാ നബി പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് എല്ലാ വസ്തുവിനും അതിന്റെ സൃഷ്ടി പ്രകൃത രൂപം കൊടുക്കുകയും അനന്തരം വേണ്ടുന്ന മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു. قال فما بال القرون الأولى അവൻ ചോദിച്ചു, ശരി, എന്നാൽ മുൻ തലമുറകളുടെ നില എന്താണ്? السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.